ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് 4 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 10 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 4 ഗ്രാമ്പു, ജാതിപത്രി, കറുകപ്പട്ട, ഏലക്ക, തക്കോലം. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 ചുവന്ന മുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലി മുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ മൂത്ത് വരുന്ന കൂട്ടത്തിൽ നമ്മുടെ മല്ലി മുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നോളും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നിന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരാനുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരാനായിട്ട്. അതിനുശേഷം നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ പാനിൻ്റെ ചൂടിലിരുന്ന് അതൊന്നുകൂടെ ഒന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ അരകല്ലിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.